അല്ലാതെ മുരളീധരൻ സാറേ, താങ്കളുടെ ഭരണത്തിലിരിക്കുമ്പോൾ താങ്കളുടെ ആരോഗ്യ വകുപ്പിൽ ഇരിക്കുമ്പോൾ ഒരു മാസത്തിന് മുമ്പ് ഇറങ്ങിപ്പോയ പിണറായി സർക്കാരിനെയും കുറ്റം പറയാതെ താങ്കളുടെ അല്ലാതെ മുരളീധരൻ സാറേ, കണ്ണോത്ത് കർണാരം മൂത്രമൊഴിക്കാൻ പോയപ്പോ ഒരു സുപ്രഭാതത്തിൽ MLA മന്ത്രി ആയവനല്ല PA മുഹമ്മദ് റിയാസ്. സഖാവേ ഒരു പൊടിക്കൊന്ന് അടങ്ങ്. ഇത്രയും കാലം നീയൊക്കെ എവിടെയായിരുന്നടാ? 10 വർഷക്കാലത്തോളം നിന്റെയൊക്കെ നേതാക്കളല്ലേ ഇവിടെ ഭരിച്ചിരുന്നത്? ഒരക്ഷരം പോലും മിണ്ടാതെ അവരെന്ത് അഴിമതികൾ കാണിച്ചാലും എന്ത് തെറ്റുകൾ ചെയ്താലും ഒരക്ഷരം പോലും ചൂണ്ടിക്കാണിക്കാതെ വാപൊത്തിയിരുന്നു. എന്നാൽ പ്രതിപക്ഷമായപ്പോഴോ പട്ടിയെ പോലെ കുരയ്ക്കാനും തുടങ്ങി അല്ലേ? UDF സർക്കാർ ഒരു 100 ദിവസമെങ്കിലും തികയ്ക്കട്ടെ, എന്നിട്ട് നിനക്കൊക്കെ കോര സംസാരിക്കാം. ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഉയർച്ച വന്നിട്ടുണ്ടെന്നെല്ലാം നീയൊക്കെ പറയുന്നുണ്ടല്ലോ. പിന്നെ എന്തിനാടാ നിന്റെയൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ സഖാവ് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയത്? എന്തേ ഒന്നും മിണ്ടാത്തത്? പിന്നെ നിങ്ങളുടെ ആരോഗ്യ മേഖലയിൽ വ്യത്യാസമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു കുട്ടിയുടെ കൈ നഷ്ടപ്പെട്ടു. നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാക്കളോ അണികളോ ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ കത്രിക വെച്ച് നിങ്ങൾ തുന്നിക്കെട്ടി. നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സമരം ചെയ്തിട്ടുണ്ടോ? എന്തേ? നിങ്ങളുടെയൊക്കെ നേതാക്കളായതുകൊണ്ട് മാത്രമാണോ? പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഒരു അവസ്ഥയൊക്കെ നീ ഒന്ന് പോയി കാണണം. എന്ത് വൃത്തിഹീനമായ സ്ഥലങ്ങളാണ്. എലികളും കയറി ചപ്പും ചവറുമായി മോശപ്പെട്ട ഒരവസ്ഥ. ആൾക്കാർക്ക് അടുത്തു പോയാൽ തന്നെ എന്തുമാത്രം വൃത്തികെട്ട സ്മെല്ലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. നിങ്ങൾ 10 വർഷം, ഒന്നും രണ്ടുമല്ല 10 വർഷത്തോളമാണ് നിങ്ങൾ ഭരിച്ചിരുന്നത്. എന്തേ നീയൊക്കെ ഒരു അക്ഷരം മിണ്ടാത്തത്? പിന്നെ ഇതുപോലെ വേറൊരുത്തിയുണ്ട്, അയ്യപ്പന്റെ സ്വർണം കെട്ടെന്നും പറഞ്ഞ് UDF സർക്കാരിനെ വിമർശിക്കുന്നു. ഈ 10 വർഷക്കാലത്തോളം ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി ആയിരുന്നത് ശ്രീ കടകംപള്ളി സുരേന്ദ്രനല്ലേ? നിങ്ങൾ LDF സർക്കാരിന്റെ അണ്ടറിലായിരുന്നില്ലേ ഈ പറഞ്ഞ ശബരിമലയും കട്ടുമുടിപ്പിച്ച് ഈ പൂജാരിയുടെ അച്ഛന് ഒരുപാട് സമ്മാനങ്ങൾ നൽകിയ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഈ സഖാവ് ചേച്ചി പുതിയ പ്രസ്താവനയുമായി വന്നു. വയനാട്ടിൽ UDF സർക്കാർ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പറ്റിച്ചില്ലേന്ന്. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, 740 കോടിയോളം രൂപ നിങ്ങൾ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പിരിച്ചിട്ട് അതിന്റെയൊക്കെ ബാക്കി പൈസ എവിടെയാണ്? ഈ 740 കോടിയുടെ ബാക്കി പൈസ എവിടെയാണ്? ആരെങ്കിലും ചോദിച്ചോ? ഏതെങ്കിലും അണികൾ ഇതിനെ എതിർത്തോ? ആരെങ്കിലും സമരം ചെയ്തോ? സംസാരിച്ചോ? ഇല്ല. പിന്നെ നീ റിയാസിനെ പറ്റി വലുതായിട്ട് പുകഴ്ത്തി പറഞ്ഞല്ലോ, റിയാസ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. റിയാസിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? സ്വന്തം ഭാര്യ ലോജിസ്റ്റിക് എന്ന കമ്പനിയിൽ നിന്ന് എത്രയോ കോടി തട്ടിപ്പ് നടത്തി ഇപ്പോൾ ഡെയിലി EDയുടെ ഓഫീസിൽ ഡെയിലി കാലത്ത് കൊണ്ടാക്കി കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ റിയാസിന്റെ ജോലി. പിന്നെ ഒന്നും അറിയാത്ത എത്രയോ അണികൾ EDയുടെ വാഹനം വളഞ്ഞു അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അവർക്ക് പുറത്തിറങ്ങാനുമില്ല, അവർക്ക് ജാമ്യവുമില്ല. അതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ? ചേച്ചി ഒന്ന് പറയൂ, വയനാട്ടിലെ 240 കോടി എവിടെ?